പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവൻ സ്പെയിനിന് പോയിട്ടുണ്ട്. ഹീസ് ഗോൺ ടു ഡു ദേ കോൾ ഇറ്റ് എ വർക്ക് അവേ. അതെന്നിട്ട് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല എവിടെയാണ്, അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട്. പൈസ ഒന്നും കിട്ടില്ല, ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക. അവിടെ പോയി അപ്പൊ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് അവിടെ പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചിലപ്പോൾ അവിടുത്തെ ഹോഴ്സസിനെ നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടീനെ നോക്കാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇറ്റ് ഈസ് ഇൻ നേച്ചർ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിച്ചണിലൊക്കെ നമ്മുടെ കൈയൊക്കെ പിടിച്ച് വിശേഷങ്ങളൊക്കെ പറയോ? നമ്മുടെ കൈയൊക്കെ പിടിച്ച് അതൊക്കെ ചിലപ്പോ ഒരു നമ്മൾ പറയും എന്നെ ഇളകിന്ന്, എന്താ വെച്ചാൽ അപ്പൊ വേറെ ഒരു മോഡവും ഇളകി. അപ്പം മോഹൻലാലിൻ്റെ മോൻ പ്രണവ് മോഹൻലാൽ പുള്ളി ഇപ്പം സ്പെയിനിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുവാണ്. എല്ലാവരും പറയാം മോഹൻലാലിൻ്റെ മോനാണ്, സ്പെയിനിൽ അടിച്ചു പൊളിച്ച് നടക്കാം, കാശുണ്ടല്ലോ. കമൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മോൻ എന്തും ആവാം. പക്ഷേ പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. നമ്മൾ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്? കാശുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. റാദർ ദാൻ ഇവിടെ പ്രണവ് മോഹൻലാലിൻ്റെ ഇന്ന് കാശ് എടുത്തുകൊണ്ടല്ല സ്പെയിനിൽ പോകുന്നത്. പുള്ളിയുടേതായ രീതിയിൽ അവിടെ പോയി സാധാരണക്കാരനായിട്ട് ജോലി ചെയ്ത് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ്. ലൈഫ് ഈസ് ഗാദറിങ് ഓഫ് എക്സ്പീരിയൻസ് റാദർ ദാൻ വേ ഓഫ് ക്രിയേറ്റിംഗ് മണി. ജീവിതം എന്ന് പറയുന്നത് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ഇത് മാത്രമല്ല. നമ്മൾ ജീവിതത്തിൽ പല എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. ഇപ്പം മോഹൻലാലിൻ്റെ മോൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ എല്ലാവർക്കും അവിടെ പോയി നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ വേറെ മാർഗ്ഗങ്ങളുണ്ട്. കാശ് വീട്ടിലോട്ട് അയച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട്. റാദർ ദാൻ ദാറ്റ് ഒരു ജീവിതം കാശുള്ളവർക്ക് തന്നെയായാലും, ഇവിടെ കാശില്ലാത്തവർ മാത്രമല്ലല്ലോ, കാശുള്ളവരും ഉണ്ട്. അവരാരും ഇങ്ങനൊരു മാർഗ്ഗം അല്ലെങ്കിൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നവരില്ല. എല്ലാവരും ഒരു കാശുണ്ടാക്കുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. കാശുണ്ടാക്കുക, എന്തിനീ കാശുണ്ടാക്കുന്നു? എൻഡ് ഓഫ് ദി ഡേ ഈ കാശ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ പ്രണവിൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിപ്പോൾ മോഹൻലാലിൻ്റെ മോനായതുകൊണ്ട് മാത്രമല്ല, പലരുടെയും മക്കളുണ്ട്, കാശുള്ളവരുടെയും കാശില്ലാത്തവരുടെയും മിഡിൽ ക്ലാസ് ഫാമിലി എല്ലാവരുടെയും ഉണ്ട്. ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. ജീവിതത്തിൽ നമ്മൾ പല അത്ഭുതകരമായ കാഴ്ചകൾ കാണുക, പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക, ഇതൊക്കെ നമ്മളെ മുന്നോട്ട് വളർത്താൻ, ആത്മീയമായി മുന്നോട്ട് വളർത്താൻ, ആത്മീയമായി മനസ്സിൻ്റേതായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണിതെല്ലാം. ബാക്കി കാണാം. എന്നാലും അങ്ങനെ ഇപ്പൊ എനിക്കറിയാം സ്പെയിനിൽ എവിടെയോ രാജ്യത്ത് ഇങ്ങനെ എന്താ പറയുക സ്വന്തം ഇഷ്ടത്തിൽ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും പിക്ചേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊക്കെ ഒരു വേറെ ലെവലാണ്. അപ്പോൾ ചില സമയത്ത് തോന്നാറുണ്ട് സുചിക്ക് വേണ്ട ഇവൻ ഇവിടെ തന്നെ ഇരുന്ന് സിനിമകൾ കൂടുതൽ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ തോന്നും. ഈ അവൻ വന്നിട്ട് ഇപ്പം ചിലപ്പോൾ ഒരു 2 years ഒരു പടം അങ്ങനെയൊക്കെ ഇല്ല. ഞാൻ ഇപ്പൊ പറയും ഡു 2 in a year. അതെ. സോ ഇത് എനിക്ക് വന്നിട്ട് എൻ്റെ വേറെ കുറെ. സോ ഐ ഫീൽ അവൻ പറയുമ്പോ എനിക്കത് വന്നിട്ട് അങ്ങനെ കറക്റ്റായി തോന്നില്ല ചിലപ്പം. ബട്ട് പിന്നെ ആലോചിക്കുമ്പോ ഐ ഫീൽ വാട്ട് ഹി സെയിങ് ഇസ് കറക്റ്റ്. ഇറ്റ്സ് എ ബാലൻസ്. അതിന് വന്നിട്ട് ഇതൊരു സൈഡില് പിന്നെ പ്രണവിന് ഇങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രണവിൻ്റെ അച്ഛൻ മോഹൻലാലാണ്. അതുപോലെ ഇതിനകത്ത് പറയുന്ന പോലെ വർഷത്തിൽ 2 പടം അഭിനയിക്കാനെങ്കിലും പ്രണവിൻ്റെ അമ്മ പറയുന്നത്. പക്ഷേ പ്രണവിൻ്റേതായ ഇഷ്ടം, അതിന് പാഷൻ, അതിനെ ഫോളോ ചെയ്യുക. എന്താണ് ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുക. അല്ല എൻ്റെ ജീവിത ലക്ഷ്യം അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ഇത് തന്നെ ആവണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ് അവിടെ ഇല്ല. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് അയ്യോ മോഹൻലാലിൻ്റെ മോന് എന്തും ആവാമല്ലോ, മോഹൻലാലിന് കാശുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ജീവിതത്തെ കാണേണ്ട ഒരു രീതി, ജീവിതത്തിനെ കാണേണ്ട ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാമാണ് ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുക. അതാണ് മോഹൻലാലിൻ്റെ മോന് എന്തും ആവാമല്ലോ എന്ന് ചിന്തിക്കാതെ അതിൻ്റേതായ രീതിയിൽ കാണുക. എന്തായാലും മോഹൻലാലിൻ്റെ മോനായതുകൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ജീവിതത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്താണ് ചിന്തിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക. അല്ലാതെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കണം അതിനെ ഫോളോ ചെയ്യുക എന്നുള്ള തോട്ട് പ്രോസസ്സ് മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള ഒരു പാഠമാണ് പ്രണവിൻ്റെ ഈ ഒരു ജീവിത രീതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രണവിന് വേണമെങ്കിൽ പടത്തിൽ അഭിനയിച്ച് 1 വർഷം അവൻ്റെ അമ്മ പറഞ്ഞ പോലെ 2 or 3 പടത്തിൽ അഭിനയിച്ച് കാശുണ്ടാക്കാം. ഇപ്പം നമ്മൾ ശ്രീനിവാസൻ്റെ ഇളയ മോൻ ധ്യാൻ ശ്രീനിവാസൻ പടങ്ങൾ എത്ര പൊട്ടിയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്യുവാണ്.
അത് പുള്ളിയുടെ തോട്ട് പ്രോസസ്. എനിക്ക് എൻ്റെ ജോബാണ്, ഇത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അത് ഓരോരുത്തരുടെയും രീതികളാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണവ് അങ്ങനൊരു തോട്ട് പ്രോസസ്സ് അല്ലാതെ ജീവിതത്തിൽ കാണേണ്ട കുറച്ച് കാഴ്ചകൾ, മനസ്സിൻ്റേതായ വളർച്ചയ്ക്ക് കുറച്ച് ഫ്യൂവൽ കൊടുക്കുക, ഇതൊക്കെയാണ് പ്രണവ് മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പ്രണവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതും അങ്ങനെയാണ്. അപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും, പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പ്രണവിൻ്റെ ഈ ഒരു ജീവിത രീതി നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടും കൂടെ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം, ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.